കഴിഞ്ഞാൽ പിന്നെ മരണമാസം കൂടെ ഉള്ളൂ. മരണമാസം കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് അങ്ങനെ ഈ സിനിമകൾ ഉണ്ടാവില്ല. പറക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. അയ്യോ, അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ആ ഒരു പാട്ടിലുണ്ടല്ലേ, ഇൻഡസ്ട്രി ഇടിയും. പൊന്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ടഫ് ക്വസ്റ്റ്യൻ എടുത്തിട്ടല്ലോ ചോദിച്ചാൽ ഒരുപാട് സമയമില്ല, ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം സമയം കളയാണ്ട് ടീം പൊന്മാൻ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഓ നന്നായിട്ടില്ലേ പേര്? അതാണ്. പൊന്മാനിലേക്ക് കടക്കും മുമ്പ് ഞാൻ ആ വാക്കില് തുടങ്ങാം. പൊന്മാൻ, അത് മറ്റേ പൊന്മാനല്ല, കിളിയല്ല, പൊന്മാൻ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ മൂന്നാളും സിനിമയിൽ അത്യാവശ്യം കുറച്ചധികം സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ സിനിമയിൽ തന്നെ ബിഹൈൻഡ് ദ സ്ക്രീനും അല്ലാണ്ട് ഫ്രണ്ടിലും കാണുന്നവരിൽ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഗോൾഡൻ ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ, അതായത് ജം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ തോന്നില്ലേ? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരാളാണ് പൊന്മാൻ സിനിമ എന്താണ് എന്ന് പറയാൻ പൊന്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ടഫ് ക്വസ്റ്റ്യൻ എടുത്തിട്ടല്ലോ നടക്കണ കേസല്ല. അതായത് പാസ്റ്റ് എന്നൊക്കെ ഇനി അരിച്ചു പറക്കേണ്ടി വരും അല്ലേ? പൊന്മാൻ, നമ്മുടെ ജീവിതത്തിലെ ഒരു പൊന്മാൻ. എനിക്ക് വിനീത് ശ്രീനിവാസൻ ആണ് എനിക്ക് എന്റെ ജീവിതത്തിലെ പൊന്മാൻ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, പറഞ്ഞ മനുഷ്യനെ എല്ലാരും കൂടി കിളവനാക്കൂട്ടോ. ഗുരു കിളവനാന്ന് ഞാൻ പറഞ്ഞില്ല, പൊന്മാൻ എന്നല്ലേ പറഞ്ഞത്, പൊൻ ഓൾഡ് മാൻ എന്നല്ലല്ലോ പറഞ്ഞത്. മെന്റർ ആ മെന്റർ ആണെന്ന് വെച്ചാൽ പ്രായം ഉണ്ടാവണമെന്നുണ്ടോ? ഗുരു ആരോട് ചോദിച്ചാലും ഇത് അറിയില്ല. വിനീത് ശ്രീനിവാസനാണ് എന്റെ എനിക്കൊന്ന് പ്രായമായിട്ടാ, ഞാൻ പയ്യനല്ലേ, പൊൻ ബോയ് ആണ് ഞാൻ. ആയിക്കോട്ടെ, വിനീത് ശ്രീനിവാസൻ പ്രായം അതിലൊരു വിഷയമല്ല. വൈ ഡു യു സേ ദാറ്റ്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെയൊക്കെ മെന്റർ, അത് പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മുടെയൊക്കെ കരിയറിലൊക്കെ ആയിട്ടാണെങ്കിലും പല പോയിന്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ കരിയർ ചോയ്സസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫീഡ്ബാക്കും ജഡ്ജ്മെന്റും പറയാനുള്ള മെച്യൂരിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ച് അതിനനുസരിച്ചിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇല്ലാത്ത മെച്യൂരിറ്റി പുള്ളിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ രീതിയിലുള്ള റെസ്പെക്റ്റും നന്നായിട്ട് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും കൂടാണ്. എല്ലാവരും നന്നായിട്ട് ചുറ്റുമുള്ളവരെല്ലാവരും. അപ്പോൾ എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഫാമിലിയായിട്ടും വളരെ ക്ലീൻ ആയിട്ടും ആ റിലേഷൻഷിപ്പും ഈ പറയുന്ന ബാലൻസും വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് അമ്പാനെ രംഗണ്ണനെ പോലെ എനിക്ക് ആക്ടർ അല്ല, ഈ പറഞ്ഞ പോലെ ഡയറക്ടറാണ് ജിത്തു മാധവൻ. നിങ്ങൾ ഭയങ്കര കൂട്ടാന്ന് തോന്നുന്നല്ലേ? ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അത് പക്ഷെ അന്ന് രോമാഞ്ചത്തിന്റെ സമയത്തല്ലേ കണ്ട, അതിന് മുമ്പ് പരിചയം. അപ്പൊ വൈ ഡു യു സേ ദാറ്റ്? നമ്മൾ കാണുന്ന ഈ ജിത്തു ഭയങ്കര ഭീകരനായിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണല്ലോ. രൂപത്തിൽ മാത്രമുള്ള ആള് ഭയങ്കര പാവാണ്. അമ്പാനെ പോലെ ദീപക് നേരത്തെ പറഞ്ഞല്ലോ, സെയിം ബെഞ്ച് കാരണവും സെയിം ബെഞ്ച്. അതെ, ഉറപ്പായിട്ടും. ഈ ട്രെയിലർ കാണുമ്പോഴേ ഇതിൽ നിങ്ങൾ തമ്മിൽ നല്ല ഇടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, കിഞ്ചൽ ഇടി എന്നൊക്കെ അമ്പാൻ പറയണ പോലെ നല്ല ഇടി കൊണ്ടോ രണ്ടാക്കും? ഇടിയുണ്ട്, ഇടിയെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല സിനിമ. പക്ഷെ ഉറപ്പായിട്ടും പല രീതിയിലുള്ള ഇടികളുണ്ട്. കിൻഡലിടി, അല്ലാത്ത ഇടി, കിലോ ഇടി, ഇടികൾ, സ്ട്രഗിൾ ആണ് മൊത്തത്തിൽ. രണ്ടുപേരുടെയും സ്ട്രഗിൾ ആണ്. മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെയും അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെയും സ്റ്റെഫി ഗ്രാഫിന്റെയും സ്റ്റെഫിയുടെ ബ്രദർ ബ്രൂണോയ്ക്കും ഉണ്ട് ഇടി. പിന്നെ സ്റ്റെഫിയുടെ പാരൻസ് ആയിട്ട് ലൂസിയാമ്മ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് എല്ലാവരും ഭയങ്കര സ്ട്രഗിളുണ്ട്. ഈ പറയുന്ന ദീപക് ചെയ്തിരിക്കുന്ന മാർക്കണ്ഡേയ ശർമ്മ, അങ്ങനെ എല്ലാവരും ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവർ ആ സ്ട്രഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇടിയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വെർബലി ആയിരിക്കാം, അങ്ങനെ പല രീതിയിലും കോൺഫ്ലിക്റ്റ് ആണ് മൊത്തത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത്. ഇടിയാണ് മൊത്തം, മനസ്സിലായി.
എന്തായാലും എല്ലാരും നമ്മളൊരു ഫൈറ്റ് ഉണ്ടെന്ന്. ഈ അജേഷിന്റെ ഒരു ക്യാരക്ടർ വെച്ചിരിക്കുന്നു വർത്താനം പറയാം, വായും കൊണ്ട് കൊല്ലുക എന്നുള്ളതാണ്. വാക്കുകൊണ്ട് കൊല്ലുക, മാനസികമായിട്ട് വാക്കുകൊണ്ട് തളർത്തിക്കൊല്ലുക എന്നുള്ളൊരു എന്തല്ലേ അങ്ങനെ ഒരു ഇതുണ്ട്. അത് ട്രെയിലറൊക്കെ കാണും, ടീച്ചർ കാണുമ്പോൾ അതിൽ ഒരു തീരുമാനമുള്ള ക്യാരക്ടറാണ് അജേഷ് എന്ന് പറഞ്ഞാൽ. അജേഷിന് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അതുകൊണ്ടാണ് മാത്രമേ അജേഷ് പോകുള്ളൂ എന്നുള്ളത്. കോൺഫിഡൻസ് ആണ് മെയിൻ. ആറ്റിറ്റ്യൂഡിലാണ് പരിപാടി, ശരീരത്തിലും രൂപത്തിലും സൈസിലൊന്നും അല്ല, അയാളുടെ ആറ്റിറ്റ്യൂഡിലാണ് എന്നുള്ളതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ഐഡന്റിറ്റി. അതിപ്പോൾ ഏറ്റവും വലിയ മല പോലെ ഇരിക്കുന്നത് വന്നാലും കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ്, അത് തന്നെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളതാണ്. അത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, കുറേ പേർക്ക് ഇൻസ്പയറിംഗ് ആയിരിക്കും ആ ക്യാരക്ടർ. പണ്ട് നമ്മൾ ഈ ഗോഡ് ഫാദറിൽ 500 ക്യാരക്ടർ ചെയ്ത എൻബ്ലൻ സാറിനെ കുറിച്ച് അങ്ങനെ പറയുമല്ലോ, കാണുമ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള പക്ഷെ ആള് പറയുമ്പോ പേടിച്ചു പോണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ അതപ്പിരുന്നെന്ന്. അതുപോലെ അല്ലെ? അത്രയില്ല, ഇത് ചെറുപ്പക്കാരനാണ്. അഞ്ഞൂറല്ല, ഒരു 100, 50, 50 പിടിക്കാന്ന് അല്ലെ? മാർക്കണ്ഡേയ ശർമ്മ പേര് പോലെ തന്നെ ലുക്കും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിനെ കുറിച്ച്, അതായത് സിനിമയെ കുറിച്ച് ഒന്നും അറിയാത്ത, പുസ്തകവും വായിക്കാത്ത ഞങ്ങൾ കുറച്ച് ആളുകളുണ്ടല്ലോ. ഒരു അല്ലല്ല, ആ ഫീലാട്ടോ. ഞാൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ബുക്ക് വാങ്ങാതും വായിക്കാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം സിനിമ കാണുമ്പോ ഇനി ആ ഫീല് പോയല്ലോ, കഥ അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. അത് വായിച്ചിട്ട് കാണുമ്പോ വേറെ ഫീലാ. എന്നിട്ട് സിനിമ കണ്ടതിന് ശേഷം വായിക്കാനുള്ള പരിപാടിയാണോ? സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വായിക്കാലോ. പിന്നെ കഥ അറിയാലോ, പിന്നെ വായിക്കുന്നേ കഥ അറിയാലോ. പിന്നെ വായിക്കൽ വേറൊരു വേൾഡ് ആണല്ലോ. സിനിമയിലെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. പിന്നെ വായിച്ചിട്ട് കണ്ടാ പോരെ, എന്താ വായിക്കാത്ത? ഇത് നടക്കില്ല കേട്ടോ, ഇത് നടക്കില്ല. ഞാൻ എന്റെ തുടക്കം പോലും വായിക്കില്ല. എന്താ ബുക്കിന്റെ പേര്? ബുക്കിന്റെ പേര് 4-5 പയ്യന്മാർ, ചെറുപ്പക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ ബുക്ക് വായിച്ചിട്ട് ഇത്ര തേച്ചൊട്ടിച്ചിട്ട് എന്നോട് പേരൊക്കെ ചോദിച്ചാൽ ഞാൻ പിന്നെ വൃത്തിയായിട്ട് പറയണം. 4-5 അപ്പൊ നമ്മള് സെയിം ഒരേ ബോട്ടിൽ. അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ഞങ്ങളൊക്കെ പണിയെടുത്തിട്ടാ ജീവിക്കുന്നത്, അല്ലാതെ അല്ല. ഇപ്പൊ സപ്പോസ് ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണല്ലോ ഞങ്ങള്. അപ്പം ദീപക്കിന് കിട്ടിയൊരു ഇത് നറേഷൻ ഉണ്ടാവല്ലോ ക്യാരക്ടറിനെ കുറിച്ച്, അതുപോലെ ഞങ്ങൾക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറഞ്ഞുതരാം? അതിനാ നിങ്ങൾക്ക് എന്തിനാ പറയണ്ട? സിനിമ കണ്ടാ പോരല്ലേ? പ്രത്യേകിച്ച് അല്ലല്ല, അത് ആക്ച്വലി ആ ക്യാരക്ടർ ഒരു നടനാണ്. പുള്ളി റിയൽ ലൈഫില് നമ്മുടെ പുള്ളി ആക്ടർ രാജേഷ് ശർമ്മയുടെ, രാജേഷ് ശർമ്മയുടെ മൊത്തമല്ല, അവർക്കുണ്ടായ അനുഭവത്തിൽ കുറെ ക്യാരക്ടേഴ്സ്, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ ആക്ടറിന്റെ എന്താ പറയുന്നത്, പുള്ളിയുടെ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. റിയൽ ലൈഫിലുണ്ടായ ഇൻസ്പയർഡ് ആയിട്ടുള്ള അതാണ് ഉദ്ദേശിച്ചത്. അതാണ് മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറഞ്ഞാൽ നാടകക്കാരനാണ്. ഈ കൂടുതലും കർത്താവിന്റെ വേഷങ്ങൾ ചെയ്യുന്ന കുരിശിലാണ് ഫുൾ ടൈം. അമ്പാനോട് ചോദിച്ചാ മറിയാനോനെ കുറിച്ച് ഇതുപോലെ എന്താ പറയുക? മരിയാനോ എന്നല്ലേ പേര്? മരിയാനോ. ഓക്കെ, മരിയാനോ എന്താ പറഞ്ഞുതരാ? ഈ പറഞ്ഞ ഒരു സീരിയസ് ക്യാരക്ടറാണ്. ടീച്ചറിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ആവേശം കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റ് ചെയ്ത പടമാണ്. അപ്പം അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷനൊക്കെ എടുത്ത് വഞ്ചി തുഴയാൻ പഠിക്കുന്നു. കൊല്ലത്ത് 2 ആഴ്ച മുന്നേ നിൽക്കുന്നു. ചെറുതായി ഒരു മിനിമലായിട്ട് കൊല്ലം സ്ലാങ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളൊരു പരിപാടിയാണ് ഇത്. നമ്മള് ആവേശത്തിന്റെ സമയത്ത് നമ്മളെല്ലാരും വിചാരിച്ചിരുന്നു ആക്ച്വലി അമ്പാൻ അത്യാവശ്യം ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അമ്പാനെ നേരിട്ട് നമ്മള് ലുലു മോളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് പോയി. പക്ഷെ ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. അപ്പൊ ജീത്തുവിന്റെ മൈൻഡ് ചെയ്യാണ്ട് പോയി. അപ്പൊ പിന്നെയാണ് ഞാൻ ഇന്റർവ്യൂസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ആക്ച്വലി സജിൻ എന്ന് പറയുന്ന ആള് മെലിഞ്ഞ ആളാണ്. ഇതാണ് സജിൻ, വണ്ണമുള്ള ആളല്ല. അപ്പൊ ആവേശം കഴിഞ്ഞിട്ട് മെലിഞ്ഞ് സെറ്റായി നോർമൽ വെയിറ്റിലേക്ക് വന്നപ്പോ അടുത്ത സിനിമ വന്നു. അതിൽ കുറച്ച് ബൾക്ക് ആവണമെന്ന് പറഞ്ഞാൽ അത് പൊന്മാന് വേണ്ടിയിട്ടാണ്. പൊന്മാന് വേണ്ടിട്ട് ഒരു 96 കിലോ 97 കിലോ കൂട്ടി. പിന്നെ അതിനുശേഷം ഒരു 75 കിലോയിലേക്ക് വന്നു. ഇപ്പൊ 83 കിലോയിൽ നിൽക്കുന്നു. ഞാൻ അടുത്തത് വീണ്ടും കുറയ്ക്കും.
അതെ, ഇനി പയ്യെ കൂട്ടണം. എന്താ വെച്ചാൽ അത്രയല്ല, ഇനി എത്രത്തോളം നടക്കാൻ ഒരു കുറച്ച് പക്ഷെ ഒരു ഇത് മതി 80കളിൽ നീ കുറക്കണ്ട. അടുത്തൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. ഈ മലയാളത്തിന്റെ അമ്മാനേന്നുള്ള- ക്രിസ്ത്യൻ ബെയിൽ വെയിറ്റ് സ്റ്റാർ. ഇനി ചിരിച്ചോ ലുലു മാളിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയെ കൂടി ഇല്ലണ്ട. എന്റെ അടുത്ത് വെയിറ്റ് കുറച്ചത് വൈദ്യായിട്ട് അല്ല, ഞാൻ ശരിക്കും കണ്ടപ്പോ പെട്ടെന്നേ ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിട്ട് അമ്പാനെ ഇത് വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ എന്ന് പുള്ളി മൈൻഡ് ചെയ്യാണ്ട് പിന്നെ ഞാൻ മനസ്സിലാണോ വിചാരിച്ചത്? ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നു മനസ്സിൽ വിചാരിച്ചവരെ പുറത്തിരുന്ന ഒരാളാണ്. വെയിറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞപ്പോ മന്ത്ലി സ്റ്റാർ മാറി വീക്ക്ലി സ്റ്റാർ ആയിട്ട് മന്ത്ലി സ്റ്റാർ മാറി വീക്ക്ലി സ്റ്റാർ ആയതിൽ അഭിനന്ദനങ്ങൾ. താങ്ക് യു അത് താങ്കൾ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? പിന്നെ ഒരു ട്രെയിലറിന്റെ താഴത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചു. അത് കണ്ടിട്ട് തന്നെ ട്രെയിലർ പോസ്റ്റ് ചെയ്ത് കുറച്ചു നേരം ചിരിച്ചിട്ടാണ് പിന്നെ ഞാൻ പ്രിപ്പറേഷൻ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ബേസിലെ ഇനി നിങ്ങളുടെ സിനിമ കാണണമെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ ജിപേ ചെയ്ത് തരേണ്ടി വരും. കാരണം വീക്കിലി ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ട് എനിക്കത് കാണാനുള്ള കാശില്ലെന്ന്. അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഈ നമ്മൾ കഴിഞ്ഞ വർഷം 2024 ബേസിലിനെ കാണാണ്ട് ഒരു മാസം പോയിണ്ടോ എന്ന് തന്നെ അറിയില്ല. ബേസിലിനെ എപ്പോഴും കണ്ടിട്ട് ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടച്ച് വുഡ് വീണ്ടും എല്ലാവരും ടച്ച് വുഡ്. 2025 അവസ്ഥ എന്താ? ഇപ്പൊ നമ്മള് 2 പ്രാവശ്യം തൊടാൻ പാടില്ല. ഒരു പ്രാവശ്യം ഇനി ഞാൻ തുറന്നു കേട്ടില്ല 3 തവണ. ക്യാൻസൽ ആയി പോകും. നമ്മൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. 2025 ഒരു മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് 2 സിനിമ കിട്ടി. ഈ ഏതാണ്ട് എത്ര സിനിമകൾ വരാനുണ്ട്? പൊന്മാനും കൂടെ കഴിഞ്ഞാൽ പിന്നെ മരണമാസം കൂടെ ഉള്ളൂ. പിന്നെ ഈ വർഷം ഇല്ല. അതെന്താ അങ്ങനെയാ? എന്താ അറിഞ്ഞല്ലേ? ചിലപ്പോ മന്ത്ലി ആവും, ചിലപ്പോ ഇയർലി ആവും, ചിലപ്പോ വീക്കിലി ആവും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാന്ന്. ആ പറഞ്ഞതിൽ എന്തുകൊണ്ടല്ലോ? അതെന്താ അങ്ങനെ? ശരി, സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഒരു സിനിമയും കിട്ടുള്ളൂ ഇനി വരാൻ? അല്ല, സീരിയസ് ആയിട്ട് എടുക്കല്ലേ ഇങ്ങനെ വെറുതെ ടെൻഷനായി പോയി. ഞങ്ങൾ ബേസിൽ എന്തോ പറ്റിയോ? ഇല്ല, ഇത് ഇപ്പൊ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യണ സിനിമയും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇച്ചിരി ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് മരണമാസം കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് അങ്ങനെ അധികം സിനിമകൾ ഉണ്ടാവില്ല. മൊത്തമായിട്ടുണ്ടാവില്ല എന്നല്ല, എന്നാലും സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ച് കാലത്തേക്ക്. പിന്നെ അതിന് തിരിച്ചു വരും. ഞാനെവിടെ പോവാ എന്നൊക്കെയല്ലേ. ഇപ്പൊ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ അതിലും ഒരുപാട് കമന്റ് ഉണ്ട്. അതിൽ എനിക്ക് കണ്ടിട്ട് അത് കൃത്യമായി ആ കമന്റ് തന്നെ വായിച്ച് കേൾപ്പിക്കണം എന്ന് തോന്നി ഞാനൊരു കമന്റ് എടുത്തു വെച്ചിട്ടുണ്ട്. വായിക്കട്ടെ? വായിക്കാറുണ്ടോ കമന്റുകള്? ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ. ഇത് കുഴപ്പമില്ല. ബേസിൽ, വി അപ്രീഷിയേറ്റ് യു ആസ് എൻ ആക്ടർ, വി ലവ് യു, ബട്ട് വി നീഡ് യു ആസ് എ ഡയറക്ടർ ബിക്കോസ് യു ഹാവ് എ വിഷൻ. വി മിസ് യുവർ വോയിസ്. മൂവീസ് തീർന്നിട്ടില്ല. ഇറ്റ്സ് ഓവർ. ഗോ ടു യുവർ ഡയറക്ഷൻ സീറ്റ്. അടുത്തത് ബേസിൽ, ഗോ ബാക്ക് ടു ഡയറക്ഷൻ. എല്ലാത്തിനും കൂടെ ഒരു ഉത്തരം കൊടുത്തു. അല്ല, സന്തോഷമുണ്ട്. ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ആൾക്കാർ അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് നമുക്ക് ആസ് എ ഡയറക്ടർ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് എനിക്കും അത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഇത്രയും വലിയ ബ്രേക്ക് ഞാനും പ്രതീക്ഷിച്ചല്ല ആസ് എ ഡയറക്ടർ. ഈ പറയുന്ന മിന്നൽ മുരളി 2021 ഇപ്പോൾ 25 4 വർഷം ആവാനായി. അപ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ് ഞാനും പ്രതീക്ഷിച്ചല്ല. പക്ഷേ എൻ്റെ പ്ലാൻ പ്രകാരം കുറച്ചുകൂടെ നേരത്തെ ഡയറക്ഷൻ നടക്കേണ്ടതായിരുന്നു. അതിനുള്ള സ്ക്രിപ്റ്റും പരിപാടികളും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ തുടങ്ങിയതുമാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പറയുന്ന ആ സിനിമകളുടെ വലിപ്പവും ആസ്പിറേഷൻസ് ഒക്കെ കുറച്ച് വലുതായതുകൊണ്ടും നമ്മുടെ കൺട്രോളിൻ്റെയും അപ്പുറത്തുള്ള സിനിമകളൊക്കെ ആയതുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിന്നല്ലാതെ നീണ്ടു പോയതുകൊണ്ടാണ് ഇത്രയും ഡിലേ സംഭവിച്ചത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് അഭിനയിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിനിമ അഭിനയിച്ചത്, ബാക്ക് ടു ബാക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സിനിമ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഡയറക്ടർ എന്നുള്ളത് പ്ലാൻ ചെയ്ത പോലെ നടന്നതുമില്ല. അതപ്പോൾ വീണ്ടും ഡിലേ ആയി. പക്ഷെ അതിനിപ്പോൾ അത് നടത്തിയെടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് അടുത്തത് എന്താണെന്നുള്ള ആക്ടർ. അതെ, അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഓക്കെ. ഈ സജിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിലിങ്ങനെ പറയണ്ടായിരുന്നു, അച്ഛനോട് സിനിമയെ പറ്റി പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞുന്ന്, നിനക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ടിവിയിൽ സിനിമ കണ്ടാ പോരെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. ഇപ്പോഴത്തെ അച്ഛന്റെ ഒരു അവസ്ഥ എന്താ? മറ്റേ ജോലി സ്ഥലത്തൊക്കെ ആരെങ്കിലും പരിചയമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി നൈസായിട്ട് അടുത്തൊക്കെ പോയി നിന്നിട്ട് ഇന്ന സിനിമ കണ്ടോ, ആവേശം
അതിലെന്റെ മോനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി അഗ്ഗാട് വിളിച്ച്, അതായത് രണ്ടും പേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തുടക്കത്തിൽ പറഞ്ഞു എനിക്കിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് ഭയങ്കര. ചേട്ടാ നിനക്ക് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്നിട്ട് സിനിമ അത് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ തുടക്ക സമയത്ത്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എല്ലാവരും പറയും, എല്ലാവരോടൊക്കെ അങ്ങോട്ട് പോയി പറയും എൻ്റെ മോൻ സിനിമയിലാണ്, ഇന്ന സിനിമയിലുണ്ട് എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷം. ഈ അംബാനെ കാണുമ്പോ ഉണ്ടല്ലോ, അംബാന ആക്ച്വലി അംബാന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ. കാരണം സിനിമയിൽ തന്നെ പറയുന്നുണ്ട് 5 വർഷം മുന്നേ കണ്ടിട്ടുള്ളൂ, രംഗണനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഈ കമന്റുകളിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് ആക്ച്വലി അംബാന്റെ ബാക്ക് സ്റ്റോറി വെച്ചൊരു സ്പിൻ ഓഫ് ഒരു മൂവി വേണം എന്നൊക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ടോ? ഒരുപാട് പേര് പറയുന്നുണ്ട്, അങ്ങനെ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കമന്റ് കാണാറുണ്ട്, ചില പോസ്റ്റുകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സിനിമയെ പറ്റി? ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ശരിക്കോ? അല്ല അങ്ങനെയൊക്കെ ചിലപ്പോ വരാം. ഏതെങ്കിലും സിനിമയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു യൂണിവേഴ്സലൊക്കെ പോലെ കമന്റ് ചെയ്ത് വരാം ചിലപ്പോ. ബേസിൽ യൂണിവേഴ്സ്, ബേസിൽ വേഴ്സ് അല്ലേ? ഏത് സിനിമയിലെയോ മറ്റേതോ? ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ, എന്നെ അംബാനി അടിച്ചതുപോലെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന ബേസിൽ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൽ ഞാനും ഒരു അംഗം കേട്ടോ. അങ്ങനെ നോക്കുമ്പോ ഇദ്ദേഹമാണ് കാരണം. ഏത് ഈ ലുലു മാൾ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്. ബേസിൽ യൂണിവേഴ്സ് എന്ന് പറയുമ്പോ ആക്ച്വലി ഹൗ ഡസ് യുവർ ബേസിൽ യൂണിവേഴ്സ് ലുക്ക് ലൈക്ക്? ബേസിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന. നിങ്ങളുടെ ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, ബേസിവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ്? അത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സ്പേസ് ആണത്. എന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നതും ആ ഒരു ഏരിയയിലാണ്. സിനിമകളാണെങ്കിലും അങ്ങനത്തെ കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ ആസ്പിറേഷൻസും, ഇനിയും കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനി എന്തൊക്കെയോ കുറേ മുമ്പോട്ട് പോകാനുണ്ട്. ഇതൊന്നും അല്ല ഒരു സപ്പോസ് ടു ബി ഇപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും കരിയറിൽ ഏറ്റവും ബെസ്റ്റ്, അങ്ങനെയല്ല, ഇനിയും ബെറ്റർ സ്പേസസ് വരാനുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഡ്രൈവ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് വലുതാവുക എന്നുള്ളതാണ്. അത് ഇനിയും വലിയ സ്പേസസിലേക്ക് അത് എത്തണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ആസ് എ ഡയറക്ടർ. അതിൻ്റെ കൂടെ ആക്ടർ എന്നുള്ള പ്രൊഫൈലും ഈ ഒരു സ്നേഹവും ആൾക്കാരുടെ ഇഷ്ടവും, ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നു, ക്യാരക്ടേഴ്സിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു, ആ സിനിമകൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളും അതിൻ്റെ അപ്രീസിയേഷനും, ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞ ആൾക്കാർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിനൊരു വേറെ ആയിട്ടുള്ള, പക്ഷേ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വേറൊരു കുറച്ചുകൂടെ ഇനിയും ബിഗ്ഗർ സ്പേസസിലേക്ക് പോകണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഇനിയും എക്സൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. അതാണ് എൻ്റെ ഒരു യൂണിവേഴ്സ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വേൾഡും, അതാണ് എൻ്റെ ഒരു യൂണിവേഴ്സ്. ആക്ടർ ആയിട്ടാണ് കൂടുതലും വർക്ക് ചെയ്യുന്നതെങ്കിലും ഉള്ളിൽ ഡയറക്ടർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ഡയറക്ടർ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ, അവര് വർക്ക് ചെയ്യുന്ന രീതി, അവരുടെ ഓരോരോ രീതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ചിലതൊക്കെ നമ്മൾ ടേക്ക് അവേ ചെയ്യും. ഇതിൽ ആസ് എ ഡയറക്ടർ ഞാൻ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഇദ്ദേഹം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ? ഏതാണ്ട് പുള്ളിയുടെ വർക്ക് രീതി അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല? അഭിനയിച്ച സിനിമകളിൽ എനിക്ക് എല്ലാവരും പല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ്. കുറേയൊക്കെ നമുക്ക് അതുമായിട്ട് കണക്ഷൻ തോന്നുമായിരിക്കാം. എന്നാൽ പോലും എനിക്ക് അങ്ങനെ ഞാൻ തന്നെ എന്നെ പോലെ തന്നെ തോന്നിയിട്ടുള്ള ഡയറക്ടർ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പം ജാനേമൻ ചെയ്യുമ്പോൾ ചിദംബരത്തിൻ്റെതായിട്ടുള്ളൊരു വിഷയമുണ്ട്. വിപിൻ ചേട്ടന് ജയജയഹയും അങ്ങനെയൊക്കെ ഗുരുവായൂർ അമ്പലനടകിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അതിലെനിക്ക് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വേറൊരു തരത്തിലുള്ള കമേഴ്ഷ്യൽ സ്പേസിലാണ് സിനിമകളൊക്കെ പറയുന്നത്. ഫാലിമി എന്ന് പറയുന്ന സിനിമ എടുക്കുകയാണെങ്കിൽ നിതീഷ് എനിക്കും കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിതീഷിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലും കാര്യങ്ങളൊക്കെ. എന്നാൽ നിതീഷിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേറെ രീതിയിലുണ്ട്. സൂക്ഷ്മദർശിനിയാണെങ്കിലും ജിതിൻ MC വേറെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയിലാണ്. പ്രാവിൻകൂട്ട് ഷാപ്പാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ടൈപ്പ് അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പൊന്മാനിൽ വരുമ്പോൾ ജ്യോതിഷേട്ടന് കുറേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആ റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറും അതിൻ്റെ ആ ക്യാരക്ടേഴ്സിനെയും ആ സ്റ്റോറി വേൾഡിനെയൊക്കെ മാക്സിമം ഒത്തൻറ്റിക് ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. കുറേ കഥകളുള്ള ആളാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ എവിടേക്കോ നമ്മൾ സിങ്ക് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ സംഭവിക്കുന്നത്. ആ സിനിമകളൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണെന്ന് തോന്നിയിട്ടുള്ള ആരുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉള്ളതായിട്ടാണ്
തോന്നിയിട്ടുള്ളത്. ഈ കൂട്ടത്തില് ബേസിൽ ആസ് എ ഡയറക്ടർ അറിയാവുന്ന ഒരാള് ദീപക്കാണ്. കുഞ്ഞിരാമായണത്തിന്റെ സമയത്തൊക്കെ ഈ പറയുന്ന, അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ബേസിൽ ഭയങ്കര ചിഹ്നമാണല്ലോ. ആസ് എ ഡയറക്ടർ എങ്ങനെയാ എഴുതിക്കൊണ്ട് തന്നെ പറയണ പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. അല്ല, കുറച്ച് സംസാരിക്കാം. ഒരു നല്ല കാര്യങ്ങളാണ് പറയാൻ. എഴുത്തിപ്പൊക്കാൻ അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറയണെങ്കിൽ എനിക്കൊരു അവസരം തന്നു. നല്ല രീതിയിൽ ഞാൻ പറയാം, ഒരു അവസരം തരാം. ഞാൻ നല്ലോണം സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റൂല. അല്ല, ശരിക്കും ഡയറക്ടർ എങ്ങനെയാവുന്നില്ല, പടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മെയിൻ. ഇവൻ ചെയ്ത എല്ലാ പടങ്ങളും നല്ല സിനിമകളാണ്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് സിനിമ. ഇപ്പോൾ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബേസിൽ മുഖം കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ടോബിയൊക്കെ ഇട്ട് ഏതൊക്കെ വീട്ടിന്. അതുപോലെ തന്നെയാണ് നമ്മൾ ചിരിക്കേണ്ട സീനാണെങ്കിൽ ഇവ ചിരിച്ചോണ്ടാണ് പരിപാടി ചെയ്യുക. അപ്പം പിന്നെ അതായത് നമുക്ക് ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്ടറുടെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ പേടി അല്ലെങ്കിൽ മടി, അങ്ങനെ നമ്മളൊരു ഇപ്പം എനിക്ക് തോന്നുന്നു ബേസിലിനെ അങ്ങനെ കാണുന്ന ആൾക്കാരുടെ അടുത്ത് കൂടി ബേസിൽ അങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് സുഖമായിട്ട് അഭിനയിക്കാം. അല്ലെങ്കിൽ ഇപ്പം ബേസിലാണ്, ഇപ്പോൾ ബേസിൽ ഇപ്പം നടനായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണ് കുറേ സിനിമകൾ അഭിനയിച്ചു. ഒരു പുതിയ ആർട്ടിസ്റ്റ് വന്ന സമയത്ത് ഭയങ്കര പേടിയല്ല, പറയുന്ന പോലെ കുറെ സീനിയറായിട്ട് ഒരാളാണ്, ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഡിസ്റ്റൻസ് അവൻ മാറ്റിയിട്ടേ അയാൾ അഭിനയിപ്പിക്കുള്ളൂ എന്നുള്ളത് കംഫർട്ടബിൾ ആക്കിയിട്ടേ ചെയ്യുള്ളൂ. കാരണം അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഒരു ആക്ടറിനെ ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും, പക്ഷെ ഒരു സ്പേസിൽ ഫ്രീ ആയിട്ട് നമ്മളെ വിട്ടിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കഴിവാണ്. ക്യാരക്ടർ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പൊ പോകുന്നു, ഇത്രേ ഉള്ളൂ. അടുത്ത പടത്തിൽ എങ്ങനെയാണ് നോക്കാന്ന്. ശരി ശരി, വൈകിട്ടൊന്ന് കാണാം. എത്രയാന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം. ഇനി എന്റെ പൈസ ഫിനാൻഷ്യലി ഗോൾഡ് ആണോ പെർസെന്റേജ് ഗോൾഡ് ആണോ? അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിന്റെ അടുത്ത് ഇവരങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിരാമായണം ഇപ്പോഴും ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ സ്ക്രീനിന്റെ മുന്നിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. സ്ക്രീനിന്റെ പിന്നില് അപ്പൊ അന്ന് നടന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി, എന്തെങ്കിലും ഒരു സാധനം ഓർമ്മിപ്പിക്കലേ പൊന്നെ, അതാണോ? മറക്കാൻ പറ്റാത്തൊരു സാധനം പക്ഷെ പറയാൻ പറ്റില്ല. അയ്യോ, അത് പറയാൻ പറ്റില്ല. പുറത്ത് പറയാൻ പറ്റുന്ന വെള്ളത്തില് നിങ്ങൾക്ക് 3 പേർക്കും അറിയാമെങ്കിൽ എന്താ പറഞ്ഞു? പാട്ടിലുണ്ടല്ലേ ഇൻഡസ്ട്രി ഇടിയും. അതെ, നല്ല കാര്യ, പക്ഷെ മോശമൊന്നുമല്ല. എന്നാ വേറെ പറയാൻ പറ്റുന്ന കാര്യം പറയാം. ഇൻഡസ്ട്രി ഇടിയാത്ത ഒരു മോഡറേറ്റ് ലെവലിലുള്ള അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാ ഓർമ്മയിലേക്കാ പോകുന്നത്, വേറെ ഒന്നും ഓർക്കാനില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ആ സിനിമയില്. ഇപ്പൊ ചോദിച്ചപ്പോ പെട്ടെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം അതൊക്കെ ഒരു കാലം. അല്ലാതെ ഇപ്പം 10 വർഷമായില്ലേ, ഒരുപാട് പ്രായമായി എന്നുള്ളതാണ്. 2015 ഇറങ്ങിയത്, 2025 ഗൈസ്. ഓർമ്മ കിട്ടില്ല. എന്താടാ, നിനക്ക് വല്ല ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇല്ല, പെട്ടെന്നൊന്നും ധ്യാനായിട്ടുള്ള കുറച്ചാ പിന്നെ എല്ലാരും ഉണ്ടല്ലോ. അയ്യോ, അതൊരു സീനാണല്ലോ, നിങ്ങൾ രണ്ടാളും ഉള്ളതാണല്ലോ. അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധ്യാനും ബേസിലും. അല്ലല്ല, അന്ന് ഞങ്ങളുടെ രീതി വേറെ. ഞാൻ ഡയറക്ടർ, അവൻ ആക്ടറാണല്ലോ. ഞങ്ങൾ 2 ആക്ടേഴ്സ് ആകുമ്പോഴാണ് പ്രശ്നമാകുക. ആണോ? അവിടെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾ 2 ഡയറക്ടേഴ്സ് ആവണം, അത് പിന്നെ നടക്കൂല. അപ്പോഴാണ് ഇത് പ്രശ്നമാകുക. ഞാൻ ഡയറക്ടർ, അവൻ ആക്ടർ ആകുമ്പോൾ കുറച്ച്. നിങ്ങൾ രണ്ടുപേരും നീറ്റാണ്. ഞാൻ നീറ്റാണ്, അവൻ എൻ്റെ അടുത്ത് നീറ്റാണ്. അല്ല, അവന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇപ്പൊ ഇതില് ഡയറക്ടർ ജ്യോതിഷേട്ടൻ ആർട്ട് ഡയറക്ടറാണ്. അത് അവിടെ നിന്ന് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ആർട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ആർട്ട് എന്തായാലും ശ്രദ്ധിക്കും. അതില് നിങ്ങളെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആസ് എ ഡയറക്ടർ നിന്ന് പുള്ളി ആർട്ടിൽ ചെയ്ത എന്തെങ്കിലും? ആ നേറ്റിവിറ്റി തന്നെയാണ് ബേസിക്കലി. ആ സ്ഥലവും ആ ചുറ്റുപാടുകളും ആ ക്യാരക്ടേഴ്സിന്റെ സെറ്റിംഗും ഒക്കെ ഭയങ്കര, കാരണം ആ ബുക്ക് ഭയങ്കര നേറ്റീവാണ്. ആ സ്ഥലത്ത് പറയുമ്പോഴാണ് ആ കഥ സംഭവിക്കുന്നത്. കഥയിലെ കോൺഫ്ലിക്റ്റും അതിന്റെ ഡ്രാമയും ഒക്കെ എവിടെ വേണമെങ്കിലും നടക്കാം. അതിൽ ഇമോഷൻസ് ഒക്കെ യൂണിവേഴ്സലാണ്. പക്ഷെ കോൺഫ്ലിക്റ്റ് സ്പെസിഫിക്കലി ഒരു കൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ഒക്കെയാണ്. ആ നേറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അപ്പോൾ അത് ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് ജ്യോതിഷേട്ടൻ സ്ക്രീനിലേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. അത് കറക്റ്റ് ആ കൾച്ചറും. ഇപ്പോൾ കൊല്ലത്ത് തുരുത്ത് എന്നൊക്കെ പറയുമ്പോൾ വേലിയിറക്കം. നമ്മളിപ്പോൾ മുറ്റത്ത് എന്ന് പറയുമ്പോൾ വേലിയേറ്റം സംഭവിച്ചിരുന്ന സമയത്ത് മുറ്റത്ത് മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആക്കും. നമ്മൾ സാധാരണ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ ലൈഫ് സ്റ്റൈല്. ഡേ ടൈമിൽ ചിലപ്പോൾ അത് നടക്കില്ല, രാത്രിയാകുമ്പോഴാണ് വേലിയേറ്റം നടക്കുന്നത് വെള്ളം കയറും, പിന്നെ അത് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കുറച്ച് ഇഷ്ടിക വെച്ചിട്ടുണ്ടാവും നടന്നു പോകാനും പിടിക്കാനും ഒക്കെ. പിന്നെ വഞ്ചിയിലായിരിക്കും ട്രാവല്. വെള്ളം ഇറങ്ങിപ്പോയാലും അതിന്റെ ഈർപ്പം ഉണ്ടാവും. അതൊക്കെ ഭയങ്കര കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ അതൊക്കെ എങ്ങനെയാണ് സീനുകളിൽ അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യപ്പെടുക? ഇതൊക്കെ നമുക്ക് വെറുതെ വിഷ്വലിൽ കാണിച്ചാലും കാര്യമില്ല. കഥയിൽ എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക, കഥയിലെ ഡ്രാമയിൽ അത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മരിയാനോ തല്ലുന്ന ഒരു സീനുണ്ട്, സജിന്റെ ക്യാരക്ടർ. അപ്പൊ അതില് ആ വരുന്ന പിള്ളേരെ വെറുതെ തല്ലുക എന്ന് പറയുന്നത് ഈസിയാണ്. അത് ആക്ച്വലി ഇന്ദുഗോപൻ ചേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഇന്ദുഗോപൻ ചേട്ടനും ഈ പറയുന്ന റൂട്ടഡ് ആയിട്ട് കഥ പറയുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരും കൊളാബറേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ മരിയാനോ പിള്ളേരെ തല്ലാൻ വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ കഥയിൽ അവിടെ മരിയാനോ പിള്ളേരെ തല്ലുന്ന ഒരു സീനാണ് വേണ്ടത്. ആ സീനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഭയങ്കര ഒറിജിനലാക്കാം, ഭയങ്കര റീജിയണലാക്കാം എന്ന് പറയുമ്പോൾ മരിയാനോ മീൻപിടുത്തക്കാരനാണ്. മരിയാനോ ചെമ്മീനും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കായൽപ്പണിക്കാരനാണ്. അപ്പോൾ മരിയാനോന്റെ അവിടെ ചൂണ്ടയിരിപ്പുണ്ട്, ചൂണ്ട കൊളുത്ത്. അപ്പോൾ പിള്ളേർ ഓടാൻ ശ്രമിക്കുമ്പോൾ ഈ കൊളുത്തെടുത്ത് എറിഞ്ഞ അവന്മാരെ ചൂണ്ടയിട്ട് കഴുത്തിൽ ഇവിടെ പിടിച്ചു വലിച്ചിട്ടാണ് ഇവന്മാരെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒറിജിനലാണല്ലോ. അത് അവിടെ മാത്രം നടക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കും. ഇത്തരത്തിലുള്ള ഡീറ്റെയിലിങ്ങുകളൊക്കെ കഥയിലും കൂടെ ഓർഗാനിക് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ദുഗോപൻ ചേട്ടൻ്റെയും ജ്യോതിഷേട്ടൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഡീറ്റെയിലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതില് സിനിമയിൽ ഉണ്ടായ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോസ് വരും. അത് നിങ്ങൾ കാണാറുണ്ടോ? പ്രത്യേകിച്ച് ആസ് എ ഡയറക്ടർ ഡു യു വാച്ച് ഇറ്റ്? കാണാറുണ്ട്. അപ്പൊ അതില് ലേറ്റസ്റ്റ് അല്ല, അപ്പൊ അത് ഈ പറഞ്ഞ ചിലതൊന്നും മണ്ടത്തരങ്ങളാണ്. ചിലത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിട്ട് കളയുന്നു. പക്ഷെ അതില് കാര്യമായിട്ട് തോന്നിയ ഒരു കാര്യം, സൂക്ഷ്മദർശിനിയില്, അതിപ്പോ കാണാത്തവർക്ക് ഒരു സ്പോയിലർ ആവും, ഞാൻ ആദ്യം പറയാണ്. സൂക്ഷ്മദർശിനിയില് നസ്രിയക്ക് വരുന്നൊരു വോയിസ് നോട്ട് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തി. അത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ കുറിച്ച് ഡിസ്കഷൻസ്. അപ്പൊ നിങ്ങൾ നമ്മളത് ഡിസ്കസ് ചെയ്തോ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് ശരിക്കും പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു? മിസ്റ്റേക്ക് അല്ല, ഈ പറയുന്ന പോലെ ഇപ്പോ ഞാൻ ഇവനൊരു വോയിസ് നോട്ട് അയക്കുകയാണ്. അത് ജനറിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. അത് ഒരാൾക്കും പേരെടുത്ത് വിളിച്ചിട്ടോ അല്ല ഒന്നുമില്ല. ഞാൻ എന്താ ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു വോയിസ് നോട്ടാണ്. അതിപ്പോ ഞാൻ ഇവൻ അയച്ചു. എന്നിട്ട് എന്റെ ഫോൺ ഇപ്പോ മറ്റേ അതിലാ ഡയാനയുടെ ക്യാരക്ടറിന്റെ ഫോൺ എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അപ്പൊ ഡയാന ഇത് വേറെ ആർക്കും അയച്ച വോയിസ് നോട്ടാണ്. അത് ഞാൻ എടുത്തിട്ട് ഫോർവേഡ് ചെയ്ത് നസ്രിയക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ചോദിക്കും ഫോർവേഡ് ചെയ്യുമ്പോൾ മറ്റേ ഇത് ഐക്കൺ ഫോർവേഡ് എന്ന് വരുമോ? പക്ഷെ ഞാൻ തന്നെ അയച്ച വോയിസ് നോട്ട് ഞാൻ വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് വോയിസ് നോട്ടായിട്ട് തന്നെയാണ് പോവുക. അത് ഈ പറയുന്ന വോയിസ് നോട്ടായിട്ടാണ് പോവുക. ഇവൻ എനിക്ക് അയച്ച വോയിസ് നോട്ടാണ് ഞാൻ വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഫോർവേഡ് എന്ന് കാണിക്കും. പക്ഷെ ഞാൻ തന്നെ അയച്ച ഒരെണ്ണം വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ഐക്കൺ ഫോർവേഡ് എന്ന് വരില്ല, വോയിസ് നോട്ടായിട്ട് തന്നെയാണ് പോവുക. അപ്പോൾ അതാണ് അതിന്റെ ലോജിക്. അത് ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചാൽ മതിയല്ലോ വേറെ ഫോണില്. അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് റെക്കോർഡഡ് വോയിസിന് കുറച്ച് വ്യത്യാസം. നമ്മൾ ആലോചിച്ചില്ല. നീ ബുദ്ധിമാനാണോ? അങ്ങനെയും ചെയ്യാം. അല്ല, ഈ ക്യാരക്ടർ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്, അങ്ങനെയും ചെയ്യാലോ. ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതിപ്പോ ഒരുപാട് അബദ്ധങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. അതില് ആസ് എ വ്യൂവർ, ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം ഇതായിരുന്നു. പക്ഷെ അത് ആക്ച്വലി അബദ്ധമല്ല. അങ്ങനെ അത്രയും വലിയൊരു അബദ്ധം നമ്മൾ ഇത്രയും ബുദ്ധിപരമായിട്ട് ആലോചിച്ച ഒരു പ്ലാനും അതിന്റെ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയിൽ അത്രയും ഈസി ആയിട്ട് കൊടുക്കാവുന്ന ഒരു അബദ്ധം എന്തായാലും സിനിമയിൽ സംഭവിക്കില്ല. അതിന്റെ റൈറ്റിംഗിൽ ഉണ്ടാവില്ല. എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആലോചിച്ചിട്ടൊക്കെ തന്നെ ആയിരുന്നല്ലോ അത് പ്രോസസ്സ്. പക്ഷെ അത് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ ഈ ഡൗട്ട് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതിന്റെ ബേസിക് ഇതിൽ അതിന്റെ പിന്നിൽ തോട്ട് ഇത് തന്നെയായിരുന്നു. ആ ഫോൺ അയാളുടെ കയ്യിലിരിക്കുന്നു, അവൾ വേറെ അയക്ക് അയച്ച വോയിസ് നോട്ട് ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നു. എന്തായാലും ഐക്കൺ മാറില്ല. നമ്മളെല്ലാവരും ചെയ്തു നോക്കുകയും ചെയ്തു ഇത് പറയണത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളും ഒരു വോയിസ് നോട്ട് വേറൊരാൾക്ക് എടുത്തിട്ട് ആ വോയിസ് നോട്ട് തന്നെ ഇപ്പുറത്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് നോക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ലോജിക്കലി അന്നേരം അത് ക്ലീൻ ആയിരുന്നു. സിനിമയിൽ ഒന്നുകൂടെ അതൊന്ന് കുറച്ചുകൂടെ സ്പൂൺ ഫീഡ് ചെയ്യാമായിരുന്നു, ഇതാണ് അവിടെ സംഭവിച്ചതെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ആ ഡൗട്ടുകൾ കുറഞ്ഞേനെ. പക്ഷെ അത് ആൾക്കാർ ഡിസ്കസ് ചെയ്യുകയും അവർ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യായിരിക്കും എന്നുള്ള രീതിയിലാണ് അത്
അങ്ങനെ അങ്ങ് വിട്ടത്. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് എ കൊളച്ച് പ്ലാൻ. അല്ല, പെർഫെക്റ്റ് പ്ലാൻ. ഓക്കെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം തന്ത വൈബ് എന്ന് പറയുന്നതിന് പകരം വൈബ് തന്ത എന്ന് പറയുന്ന ഒരു ഫാദറാണ് താങ്കൾ. വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ ആർ യു? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എന്താ പറയാ, അല്ല കുട്ടികൾക്ക് ഇന്ന സാധനങ്ങളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു ഫാദറാണോ? വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഹോപ്പിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ചിലര് ഒട്ടും എക്സ്പ്രസ് ചെയ്യില്ല. ഇല്ല, ഞാൻ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുകയും ഞങ്ങൾ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന. പിന്നെ 2 വയസ്സുള്ള കൊച്ചിന്റെ അടുത്ത് എന്ത് അത് പാടില്ല ഇത് പാടില്ല എന്ത് സ്ട്രിക്റ്റ് ആവാനാ. വലുതായി കഴിഞ്ഞിട്ട് നമ്മള് കുട്ടികൾക്ക് ഇപ്പൊ ഇത്ര പ്രായം വരെ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കരുത്, അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടല്ലോ. ഞാൻ അതാ ചോദിച്ചത്. അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും നോക്കാറൊന്നുമില്ല. അങ്ങനെ മറ്റേ പാരന്റിങ് ബുക്കൊന്നും വായിച്ചിട്ടൊന്നും അല്ല. അങ്ങനെ ഒരുപാട് മറ്റേ റീലുകൾ കണ്ടിട്ടൊന്നും പാരന്റിങ്, അത് നമുക്ക് അന്നേരം എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് പോവാന്നുള്ളതാണ്. നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കൊച്ചിനും ഹാപ്പി ആവുന്ന രീതിയിലേക്ക് അവൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ ഇവൻച്വലി. പക്ഷെ കാര്യങ്ങൾ നോക്കണം എന്ന് വെച്ച് അതും ഇതും വാരി കൊടുക്കുക അങ്ങനെയൊന്നുമല്ല പറയുന്നത്. കൊച്ചിന് ഗുണമുള്ള രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. പാരന്റിങ് വെരി സിമ്പിളായിട്ട് നോക്കിക്കാണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുകയും വേണം. കൊച്ചിനെ ഉണ്ടാക്കിയത് വളർത്താൻ നമ്മൾ അതിൽ കൃത്യമായിട്ട് ആ കൊച്ചിനെ വളർത്തിയെടുക്കുക എന്നുള്ളതും ആ കൊച്ചിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷേ അത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അതിൻ്റെ ഫ്ലോയിൽ പോവുക. കൊച്ചിന് വേണ്ടി നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിലേക്ക് കൊച്ചിനെ കൊണ്ടുവരിക. കൊച്ചു വന്ന് തീരുമാനിക്കട്ടോ ഇതാണ് എൻ്റെ ലൈഫ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇവിടെ അങ്ങ് കൂടാം. ഓക്കെ, ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബുക്ക് വായിക്കാത്ത ആളും ഇരിക്കുന്നുണ്ട്, ബുക്ക് വായിച്ച ആളുകളും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രേക്ഷകര് ഇപ്പൊ വായിക്കാത്തവരും ഉണ്ട്, വായിച്ചവരും ഒക്കെ ഉണ്ട്. വായിച്ചിട്ട് കാണണോ അതോ വായിക്കാതെ പോയി കാണണോ? ഇനിയിപ്പോ കണ്ടിട്ട് വായിച്ചാൽ മതി. വായിച്ചിട്ട് കാണുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആക്ച്വലി. കാരണം വായിച്ചിട്ട് കാണുന്നവർക്ക് സിനിമയിൽ കുറെ സർപ്രൈസുകളുണ്ട്. വായിച്ച ബുക്കായിരിക്കില്ല സിനിമയിലേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങളുണ്ട്. ബേസിക് കഥ തുടക്കമൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമയിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വായിച്ചവർക്കും സർപ്രൈസ് ഉണ്ടാവും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇത് വായിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിന്റെ മുഖങ്ങൾക്കൊക്കെ ഒരു മുഖം വരും. അതിനപ്പോൾ വേറൊരു രീതിയിൽ നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അജേഷ് എന്ന് പറയുമ്പോൾ അജേഷ്, അല്ലെങ്കിൽ മരിയാനോ എന്ന് പറയുമ്പോൾ മരിയാനോ, അങ്ങനത്തെ മുഖങ്ങൾ വരും. ആ ടെറൈനും ആ സ്ഥലത്തിനും ഒക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉള്ളൊരു തുരുത്തും അങ്ങനത്തെ കായലും കടൽ തീരങ്ങളും തീരദേശം എന്നൊക്കെ പറയണ പോലത്തെ ഒരു കൾച്ചറിനൊക്കെ നമുക്ക് മനസ്സിലൊരു വിഷ്വലൈസേഷൻ വരും. അതും വേറൊരു രസമുള്ള പ്രോസസ്സാണ്. പക്ഷെ വായിച്ചിട്ട് കാണുന്നത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മനസ്സിൽ കണ്ടതും സിനിമയിൽ കാണുന്നത് എങ്ങനെയാണെന്നും വരുമ്പോഴും അത് മനസ്സിലാക്കാനും, പിന്നെ ആ സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സർപ്രൈസുകൾ എന്താണെന്നുള്ള, ഓ ബുക്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ, ഓ ഇത് സിനിമയിൽ ഇങ്ങനെ ആയിരുന്നല്ലേ, അതിന് അതിൻ്റെതായിട്ടുള്ള രസം. അപ്പൊ വായിച്ചിട്ട് കാണുന്നതായിരിക്കും കൂടുതൽ എക്സൈറ്റിംഗ്. ഇനിയിപ്പോ ബുക്ക് കിട്ടിയിട്ടില്ലെന്ന് വെച്ച് പടം കാണാണ്ടിരിക്കരുത്. എന്നാ പിന്നെ ബുക്ക് വായിച്ചിട്ട് കാണാം. സർപ്രൈസ് ആയിരിക്കും. വായിക്കാത്തവർക്ക് വേറെ രീതിയിൽ സർപ്രൈസ്. ദീപക് എന്താ പറയാനുള്ളത്? ഞാൻ വായിക്കട്ടെ. ഞാൻ പടം ഡയറക്ടറാണ്, ഞാൻ വായിക്കുന്നില്ല. സിനിമയായിട്ട് കാണാൻ. ഓക്കെ, എന്നാ ഞങ്ങള് വായിച്ചിട്ട് പോയി കാണോ വായിക്കാതെ പോയി കാണോ അത് അവര് തീരുമാനിക്കും. എങ്ങനെയെങ്കിലും പോയി കാണും. സിനിമ കാണാം അല്ലെ, 30-ാം തീയതി സിനിമ ഇറങ്ങുമ്പോ ഇനിയിപ്പോ ബുക്ക് വാങ്ങിച്ച് വായിക്കാനുള്ള സമയമൊന്നുമില്ല. ഇല്ലെങ്കിൽ തിയേറ്ററിന് മുമ്പിൽ ബുക്ക് വിതരണം ചെയ്യേണ്ടി വരും. പോയി വായിച്ചിരുന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പടം കാണും, കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.